ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പിന്നെ പറഞ്ഞു എന്തെന്നറിയോ, ഒരു മനുഷ്യൻ അവിടെ നിന്ന് വിട പറഞ്ഞാൽ അവന്റെ ആത്മാവ് പൊട്ടി പൊട്ടി കരയും ആയിഷ, സങ്കടപ്പെട്ടു പോകും ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ എപ്പോഴൊക്കെയാ അത് പറയോ റസൂലേ? ഇന്നിപ്പോ ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ മരിച്ചതായിട്ടൊന്ന് സങ്കല്പിക്കണം. നിങ്ങളുടെ മുമ്പിൽ മലക്കുൽ മൗത്ത് വരുന്നതായിട്ട് നിങ്ങൾ കരുതണം. നിങ്ങളുടെ മക്കൾ കരയുന്നതായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരൊന്ന് കരുതണം. എന്നാലേ പറയുമ്പോ നമുക്കൊരു ഈമാൻ വരുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, ദുനിയാവിന്റെ പുറത്തുനിന്ന് ഒരാളങ്ങ് വിട പറഞ്ഞു പോയാൽ ആദ്യമായിട്ട് മനുഷ്യന്മാര് ചെയ്യുന്നത് അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രം അങ്ങ് ഊരിമാറ്റലാണ്. സഹോദരങ്ങളെ, ചില ആളുകൾ മയ്യത്തിന്റെ വസ്ത്രം ഊരിമാറ്റാ ഒരുപാട് ശ്രമിക്കാറുണ്ട്. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു പോയ മറുപടി അറിയോ ആയിഷ? ആദ്യമായിട്ട് അവിടെ നിന്ന് കരയുന്നത്, ഈ മനുഷ്യന്റെ ആത്മാവ് കരയുന്നത് മനുഷ്യന്റെ ശരീരത്തിലുള്ള വസ്ത്രം അങ്ങ് ഊരിമാറ്റുമ്പോഴാണ്. ആ സമയത്ത് വിളിക്കുന്നു, യാ അഹിബ്ബാ, എന്റെ സ്നേഹിതരെ, നിങ്ങൾ എന്നെ പിടിച്ചു കുലുക്കല്ലേ, എന്റെ ശരീരമൊക്കെ വേദനിച്ചിരിക്കുകയാണ്, വല്ലാത്ത സങ്കടമാ. അങ്ങനെ വസ്ത്രമൂരുമ്പോ നമ്മൾ പിടിക്കാറുണ്ട്, എഴുന്നേപ്പിച്ചിരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, കത്രി ഉണ്ടെങ്കിൽ കത്രി കൊണ്ട് മുറിച്ചു മാറ്റലാണ് ഏറ്റവും ഉത്തമം. അവന്റെ വസ്ത്രം ഇങ്ങനെ കൈയൊക്കെ ഊരിയെടുക്കുമ്പോ അതവനിക്ക് വല്ലാത്ത വേദനയാണ്. കാരണം എന്ത്? മലക്കുൽ മൗത്ത് കാലിന്റെ തള്ളവരലിൽ നിന്ന് ആത്മാവിനെ ഇങ്ങനെ വലിച്ചൂരിയില്ലേ, ഞരമ്പുകൾ മുഴുവനും പിടിച്ച് 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 വലിച്ചു മുറുക്കി ഇങ്ങനെ കൊണ്ടുവന്നില്ലേ, അതൊരു വല്ലാത്ത വേദനയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം വിളിച്ചിട്ട് ചോദിച്ചെങ്ങനെയുണ്ട്, കൈഫ കാന വജത്തൽ മൗത്ത്, മരണത്തിന്റെ വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ, നബിയേ, അന്ന് റൂഹ് പിടിച്ചതാണ്, ഇന്നും അതിന്റെ വേദന മാറിയിട്ടില്ലെന്ന് പറഞ്ഞു പോയെങ്കിൽ ആദ്യമായിട്ട് കരയുന്നത് വസ്ത്രമൂരി മാറ്റുമ്പോഴാണ്. മക്കൾ വന്ന് വസ്ത്രമൂരുമ്പോ വിളിക്കുന്നു, മക്കളെ, വാപ്പാനെ പിടിച്ചു കുലുക്കല്ലേ. ഉമ്മാനയാണ് ഞാൻ ചുരുക്കി ചുരുക്കി പറയുകയാണ്. രണ്ടാമത് ആയിഷ, അവിടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ മയ്യത്തിനെ എടുത്തുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ. ആ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ വിളിക്കുന്നു, യാ അഹിബ്ബാ, യാ ഔലാദി, എന്റെ മക്കളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ മെല്ലെ കൊണ്ടുപോകുമോ? വല്ലാത്ത വേദനയാണ്, വല്ലാത്ത സങ്കടമാണ്. ആര് കേൾക്കാനാണ്? ഇന്ന് ഷമീർ ദാരിമിയാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നതെങ്കിലോ, എന്റെ കൂട്ടുകാരൻ മിത്തബയിലുള്ള റിയാസോ, അതല്ല അബ്ദുള്ള ഉസ്താദോ, ഷമീർ ഉസ്താദോ, അല്ലെങ്കിൽ ഇർഷാദ് ദാരിമിയോ, ആരെങ്കിലും അന്ന് എന്നെ എടുത്താൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്നെ പിടിച്ചു കുലുക്കല്ലേ. നിങ്ങൾ എത്ര ആളുകളുടെ മയ്യത്തെടുത്തവരോ, പാപ്പാന്റെ മയ്യത്ത് ചുമന്നവരല്ലേ, ഉമ്മാന്റെ മയ്യത്ത് ചുമന്നവരല്ലേ, അവരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചില ആളുകൾ വീട്ടിന്റെ അകത്തട്ടിലുള്ള മയ്യത്തിനെ എടുക്കുന്നത്, പിടിക്കടാ കാല്, നീ അവിടെ പിടിക്ക് എന്ന് പറഞ്ഞ് താങ്ങിക്കൂട്ടി വാരിയെടുക്കുമ്പോ അത് മയ്യത്തിനോടുള്ള അദബ് കേടാണ്. കാരണം വേദന കൊണ്ട് പിടഞ്ഞു കിടക്കുന്നതാണ്. ആത്മാവ് പറയുന്നു, മെല്ലെ കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തുകയാണ്, കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തുകയാണ്. യാ അല്ലാഹ്, അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തുന്ന സമയത്ത് പടച്ചവനെ, മയ്യത്തിനെ എഴുന്നേപ്പിച്ചിരുത്തുമല്ലോ, മയ്യത്തിന്റെ വയറ് തടകുമല്ലോ, അവിടെ നിന്ന് ഈർക്കുലുകൊണ്ട് അഴുക്കെടുക്കുമല്ലോ. അതുപോലെ ശരീരത്തിന്റെ ചുക്ക് ചുളഞ്ഞ ഭാഗങ്ങളിലുള്ള അഴുക്കുകളൊക്കെ വൃത്തിയാക്കേണ്ടുന്ന ഉത്തരവാദിത്വം
ഉത്തരവാദിത്തം നമുക്കുണ്ട്. അങ്ങനൊക്കെ ചെയ്യുമ്പോ പറയുന്നു, എന്നെ കുളിപ്പിക്കുന്നവരെ, എന്നെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, എന്നെ നിങ്ങൾ സങ്കടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് വേദനയോട് കൂടിയിട്ട് ഇങ്ങനെ കിടക്കുകയോ. കുളി കഴിക്കുമ്പോ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ ചിന്തിക്കണം പാപ്പോ, അല്ലെങ്കിൽ ഞാൻ മരിച്ചെന്ന് കരുത നിങ്ങൾ. അങ്ങനെ കുളി കഴിയുമ്പോ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്കാം, അവിടെ പായ വിരിച്ചോ, കട്ടിൽ റെഡിയാണോ? അപ്പൊ ആളുകൾ പറയും, അല്ലാഹുവേ റെഡിയാണ്. നിങ്ങൾ എന്റെ മയ്യത്തിനെ ചുമന്നെടുക്കുന്നു, കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പായയിൽ ഇങ്ങനെ കിടത്തുകയോ. നിന്റെ കൂട്ടുകാര് വന്നിട്ടുണ്ട്, എന്റെ കൂട്ടുകാര് വന്നിട്ടുണ്ട്, നിന്റെ കല്യാണത്തിന്റെ അന്നത്തെ ദിവസത്തില് നിന്നെ ഒരുക്കാൻ അവര് വന്നവരല്ലേ, അന്നവര് ചിരിച്ചവരാണ്, അന്നവരൊരുക്കിയവരാണ്, അന്നവര് നല്ലതുപോലെ മുഖം മിനിപ്പിച്ചവരാ. ഇന്നും അവര് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നവര് കരയുന്നുണ്ട്, ഇന്നവര് സങ്കടപ്പെടുന്നുണ്ട്, ഇന്നവര് ദുഃഖിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പായ വിരിച്ചു, അതിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്നങ്ങ് കിടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ആ സമയത്ത് അവിടെ ആളുകൾ മയ്യത്ത് പൊതിയുകയാണ്. കാല് കെട്ടുന്നുണ്ട്, അരഭാഗം കെട്ടുന്നുണ്ട്. അങ്ങനെ കാല് കെട്ടി, അരഭാഗം കെട്ടി. ഇനി കെട്ടാൻ ബാക്കിയുള്ളത് തലഭാഗമാണ്, ഇനി കെട്ടാൻ ബാക്കിയുള്ളത് തലഭാഗമാണ്. ആ സമയത്ത് ആത്മാവിന്റെ കരച്ചില്, അതൊരു വല്ലാത്ത കരച്ചിലാണ്. ആയിഷ അവിടെന്ന് പറയുന്നു, യാ അഹിബ്ബാ വയാ ഔലാദി, എന്റെ മക്കളെ, എന്റെ സ്നേഹിതരെ, എന്റെ മയ്യത്ത് പൊതിയുന്നവരെ, ഫലാ ലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി. എന്റെ തലഭാഗം കെട്ടുന്നവരെ, ഒന്നു നിൽക്കുമോ, ഒന്നു നിൽക്കുമോ, നിങ്ങളെ കെട്ടല്ലേ. എന്റെ വീടിന്റെ ഉള്ളിൽ എന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ആ പൊന്നുമക്കൾ എന്റെ പൂമുഖമൊന്ന് കാണട്ടെ. ഇതെന്റെ അവസാനത്തെ കാഴ്ചയാണ്. ഇന്നഹാദാ ആഖിറു റുയതി, ഇതെന്റെ അവസാനത്തെ കാഴ്ചയാണല്ലോ. അതുകൊണ്ട് എന്റെ മക്കൾ എന്റെ പൂമുഖമൊന്ന് കാണട്ടെ, അതുവരെ നിങ്ങൾ എന്റെ മയ്യത്ത് പൊതിയല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആരാ കേൾക്കുന്നത്? അവിടെ നിന്ന് തലഭാഗം കെട്ടുകയാണ്. തലഭാഗം കെട്ടുന്നു. റബ്ബേ, ആളുകൾ അങ്ങനെ വീടിന്റെ മുമ്പിലുള്ള സന്തൂക്കം എന്ന് പറയുന്ന വാഹനത്തില് എന്നെയും നിങ്ങളെയും എടുത്തു വെക്കുകയാണ്, എന്റെയും നിങ്ങളെയും എടുത്തു വെക്കുകയാണ്. എടുത്തു വെച്ചുകൊണ്ട് നടക്കാവൊരുങ്ങുമ്പോ അപ്പോഴും പറയുന്നു, എന്നെ ചുമക്കാമെന്നവരെ, ഒന്നു നിൽക്കുമോ, ഒന്നു നിൽക്കുമോ, ഒന്നു നിൽക്കുമോ. വതറക്തു ഔലാദി യുതമാ, ഞാനിവിടെ നിന്ന് പോവുകയാണ്. എന്റെ പൊന്നുമക്കള് പാവങ്ങളാണ്, അവര് കൊച്ചുമക്കളാണ്. വതറക്തു ഔലാദി യുതമാ, എന്റെ പൊന്നുമക്കൾ അനാഥ മക്കളായിരിക്കുകയാണ്, പാപ്പയില്ലാത്ത മക്കളായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തല്ലേ, നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവള് വിധവയാണ്, ഭർത്താവില്ലാത്ത ഒരു പെണ്ണാണ്. അവളൊന്ന് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ, നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തല്ലേ, നിങ്ങൾ അവളെ മോശമായ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവളെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കാവൊരുങ്ങുമ്പോ അവിടെ നിന്ന് പറയാ, ഒന്നു നിൽക്കുമോ, എന്നെ ചുമക്കുന്നവരെ, ഒന്നു നിൽക്കാമോ. എന്റെ വീട്ടിന്റെ അകത്തട്ടിൽ നിന്നാരോ കരയുന്നുണ്ട്. എന്റെ മക്കളാണോ, അതല്ല എന്റെ ഭാര്യയാണോ, അതല്ല എന്റെ പ്രിയപ്പെട്ടവരാണോ, ആരോ എന്റെ വീടിന്റെ അകത്തട്ടിൽ നിന്ന് കരയുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ അവരുടെ കരച്ചിലൊന്ന് കേൾക്കട്ടെ. ആര് നിൽക്കാനാ
ഖുർആൻ കൊണ്ടു നടക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴതാ വീടിന്റെ ജനാലയുടെ കമ്പി പിടിച്ചിട്ട് പ്രിയപ്പെട്ട പുന്നാര മക്കള് കരയുന്നുണ്ട്. പോവുകയാണോ? പെൺമക്കള് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്. പ്രിയപ്പെട്ടവന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ആ സമയത്ത് റബ്ബേ, ഭാര്യയും മക്കളും കരയുമ്പോ പറയുന്ന കരയല്ലേ, ഞാൻ പോവുകയാണ്. എവിടെ